ഗൈസ്, ഇന്ന് നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേയുടെ വീഡിയോ ആണ് കേട്ടോ. നമ്മളിപ്പോൾ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ ഐശ്വര്യ പാത്തുൻ്റെ സ്കൂളിലോട്ടാണ് കേട്ടോ. അപ്പോൾ അവർ രാവിലെ തന്നെ ഒരു 8:30 ആയപ്പോഴേക്ക് അവർക്ക് സ്കൂൾ ബസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നേരത്തെ പോയി. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞൊരു 10 മണിയൊക്കെ ആകുന്ന ടൈമിലാണ് കേട്ടോ സ്കൂളിലോട്ട് പോയത്. ഇതാണ് അവരുടെ സ്കൂള്. അവിടെ ചെന്നപ്പോൾ തന്നെ കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് റിഫാൻ്റെ ക്ലാസ്സാണ്, പക്ഷേങ്കിൽ റിഫ അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. വേറെ ചെറിയ കുട്ടികളൊക്കെ ആയിരുന്നു. ആച്ചിമോളെ കണ്ടപ്പോൾ ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ ഭയങ്കര കൗതുകം കേട്ടോ. എല്ലാവരും കൂടെ ഓളെ കളിപ്പിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. പിന്നെ ഇവിടെ നമ്മളുടെ പൊന്നൂസും ഉണ്ട് കേട്ടോ. പൊന്നൂസിൻ്റെ ക്ലാസ്സും കൂടെയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ ക്ലാസ് മാറ്റിയതായിരിക്കാം. റിഫാൻ അവിടെ കണ്ടില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ മെയിൻ സ്റ്റേജിലോട്ട് പോവുകയാണ് കേട്ടോ. അവിടെ എന്താ പരിപാടി എന്ന് വെച്ചാൽ കുറേ കലാപരിപാടികൾ കാര്യങ്ങളുണ്ട്. കുട്ടികളുടെ ഡാൻസ് അങ്ങനെയൊക്കെ പരിപാടി ഉണ്ട് കേട്ടോ. അവർ ആക്ച്വലി പുറത്താണ് ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്തിരുന്നത്. പക്ഷേങ്കിൽ ഭയങ്കര മഴ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുട്ടികളെ സ്റ്റേജിലോട്ട് മാറ്റിയിരിക്കണം കേട്ടോ. അപ്പോൾ പ്രോഗ്രാമൊക്കെ തുടങ്ങി. പാട്ട് ആയിഷാൻ്റെ പാട്ടാണ് കേട്ടോ ഇപ്പോൾ സ്റ്റേജിൽ നടക്കുന്നത്. അതുപോലെ തന്നെ നിയമളുടെ പാട്ടും ഉണ്ട് കേട്ടോ. ആ സെൻറ്ററിൽ നിൽക്കുന്നതാണ് കേട്ടോ നിയ. ആൾ സ്കൂൾ ലീഡർ കൂടെയാണ്. എൻ്റെ ഫ്രണ്ട് ഷബാനാൻ്റെ കുട്ടിയാണ് കേട്ടോ. ഈ ഷബാന എന്ന് പറയുന്നത് ഈ ഒരു സ്കൂളിലെ ടീച്ചർ കൂടെയാണ് കേട്ടോ. ആളിവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ആളുടെ കുട്ടികളുടെ പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മളുടെ ഐഷാനും ബാത്തുവിനെയും കണ്ടു കിട്ടിയതിന് ശേഷം അവരുടെ ക്ലാസ്സിൽ വെച്ചിട്ട് അവരുടെ കുറച്ച് ഫ്രണ്ട്സുമായിട്ട് നമ്മൾ വീഡിയോ എടുത്താണ് കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ 3 പേരുടെയും കൂടെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് അവരെ നിർത്തിക്കാൻ കേട്ടോ. അപ്പോൾ ഏതോ പാട്ട് കേട്ടിട്ട് തുള്ളുന്നതാണ് കേട്ടോ. ഇതാണ് എൻ്റെ ഫ്രണ്ട് ഷബാന. ഓൾ പഠിപ്പിച്ച ഓളുടെ കുട്ടികളുടെ പ്രോഗ്രാമാണ് കേട്ടോ. പിന്നെ ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മൾ ലാസ്റ്റാണ് അവിടെ നിന്ന് പോകുന്നത്. ഈ ഒരു പ്രോഗ്രാം കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ണ് നിറഞ്ഞു കേട്ടോ. കുറേ അടി ഇടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തോ പെട്ടെന്ന് അത് മൈൻഡിൽ കൊണ്ടു കേട്ടോ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് പരിപാടി കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നൂഹമോൾ ഇത് നല്ലപോലെ ആസ്വദിച്ച് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാട്ടൊക്കെ കേട്ടിട്ട് ഓൾ അതിൻ്റെ ഒപ്പം ഡാൻസൊക്കെ കളിക്കുക കേട്ടോ. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ഈ ഒരു സ്വാതന്ത്ര്യദിനമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് റാലി ഉണ്ടാവും കേട്ടോ. അത് അങ്കമാലിയിലുള്ള ഇതാണോ എന്ന് എനിക്കറിയില്ല. ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. നമ്മളുടെ അങ്കമാലിയിലുള്ള എല്ലാ സ്കൂളുകളിലെ പിള്ളേരും റാലിയായിട്ട് അങ്കമാലി സെൻറ്ററിൽ ഒത്തുകൂടുമായിരുന്നു. അതിൽ കുറേ പേര് ഭാരതമാതയായിട്ടുണ്ടാവും, ചിലപ്പോൾ ഗാന്ധിജി ആയിട്ടുണ്ടാവും, നെഹ്റു ആയിട്ടുണ്ടാവും. അങ്ങനെ നമുക്ക് കാണാനായിട്ട് ഒരുപാട് വേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് പഴയ കാര്യങ്ങൾ അല്ലെങ്കിൽ ചരിത്രത്തിലേക്കൊക്കെ നോക്കാൻ പറ്റുന്ന ഒരവസരം കൂടിയായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് നേരെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ലഡ്ഡു കാര്യങ്ങളൊക്കെ ആയിട്ട് തരാം. ഇവിടെ നിന്ന് നമുക്ക് പായസമാണ് കേട്ടോ കിട്ടിയത്. നുഹമോൾക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് തോന്നുന്നു. ആൾ കുറച്ചൊക്കെ കഴിച്ചു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോന്നു. ബൈ.